വളരെ വലിയ വിജയമാണ് ജനങ്ങൾ തനിക്ക് നൽകിയതെന്നും സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ഇനി നിലമ്പൂരിന്റെ യശസ് ഉയർത്താൻ നേതൃത്വം നൽകുമെന്നും നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. നിലമ്പൂരിൽ തന്നെ ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വിവിധ തലത്തിൽ കർഷകരെ, ടൂറിസം ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവരെ, അവിടെയുള്ള ആദിവാസി വിഭാഗങ്ങളെ, അവിടെയുള്ള ഈ മര ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ, റബ്ബർ അധിഷ്ഠിത പ്ലാന്റേഴ്സിനെ ഇവരൊക്കെ ചേർത്തുകൊണ്ട് അവരൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സായി ഇരുത്തിക്കൊണ്ട് അവരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു വിപുലമായ പദ്ധതി നിലമ്പൂരിന് വേണ്ടി ഉണ്ടാക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഹകരിച്ചാൽ നിലമ്പൂരിനെ ഒരു നല്ല നിലമ്പൂരിന് വേണ്ടിയുള്ള ഒരു ബൃഹത്തായ ഒരു പദ്ധതി രൂപീകരിക്കണമെന്നതാണ് ആഗ്രഹം. UDF ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ആശയമാണ് നിലമ്പൂർ ബൈപ്പാസ് റോഡ്. ഇനിയുള്ള കാര്യങ്ങളിൽ അതിന് പ്രാമുഖ്യം നൽകും. അതുപോലെ കഴിഞ്ഞ 9 വർഷമായി മൃതാവസ്ഥയിൽ കിടക്കുകയാണ് നിലമ്പൂരിലെ KSRTC ബസ് ടെർമിനൽ. അതിന്റെ തുടർ കാര്യങ്ങൾ പൂർത്തീകരിക്കണം. ജില്ലാ ആശുപത്രിയുടെയും ഗവൺമെന്റ് കോളേജിന്റെ തുടർ പ്രവർത്തനങ്ങളും എക്കാലത്തെയും സ്വപ്നമാണ്. നിലമ്പൂർ വനമേഖലയിലെ വന്യമൃഗശല്യം കുറച്ചു കൊണ്ടുവരാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതിനായി സർക്കാർ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. ഇത്തരം കാര്യങ്ങളിലെല്ലാം കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ സമയോചിതമായി പൂർത്തിയാക്കും. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമാണ് ഈ വിജയം. അതിനെല്ലാം പുറമെ ജനങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ അവരുടെ അധികാരം പ്രയോഗിച്ചു. എല്ലാം കൂടിയായപ്പോഴാണ് ഇത്രയും വലിയ വിജയം നേടാനായത്. തെരഞ്ഞെടുപ്പ് കാലത്ത് PV അൻവർ എന്നെക്കുറിച്ച് വ്യക്തിപരമായ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ വ്യക്തിപരമായ അത്തരം പരാമർശങ്ങൾക്ക് മറുപടി പറയേണ്ടെന്നതാണ് തന്റെ എക്കാലത്തെയും നിലപാട്. ഇന്ത്യ മുന്നണിയുടെ വിശാലമായ ആശയങ്ങളെ സഹായിക്കാൻ മുമ്പോട്ട് വരുന്നവരെ പിന്തുണക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ആദ്യമായിട്ടല്ല UDFന് വോട്ട് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി വയനാട് 2 തവണ മത്സരിച്ചു പോയും 2024 പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായപ്പോഴും ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ നൽകിയിട്ടുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത ചോദ്യങ്ങളാണ് ഇപ്പോൾ CPM UDFന് നേരെ ഉയർത്തുന്നത്. അത് വിരോധാഭാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.